നാട്ടിലെ നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് കാലമായി പറഞ്ഞ് മന്തി അടിക്കണം. അങ്ങനെ നല്ലൊരു മന്തി സ്പോട്ടിൽ അതും നമ്മുടെ ഷെഫ്ഷാനും മമ്മൂൻ്റെ കൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. യാദൃശ്ചികമായിട്ടൊരു പോസ്റ്റർ കണ്ടിപ്പെട്ടിട്ട് അങ്ങനെ ഷെഫ്ഷാന് മെസ്സേജ് നോക്കുമ്പോൾ പുള്ളി നേരെ വന്ന് നമ്മുടെ കാഞ്ഞിരോടേക്ക് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളി വരുമെന്ന്. പക്ഷേ കോൺടാക്ട് ചെയ്ത് പുള്ളി എത്തി. നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന ഒരു മനോഭാവം പുള്ളിക്കില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുമായിട്ട് ഇടപെട്ട് സംസാരിച്ച് കുറേ കാര്യങ്ങളാണ് പുള്ളിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, എങ്ങനെയാണ് വ്ളോഗ് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തു. ചെറിയ ചെറിയ കടകളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്നാലും ആൾക്കാർ ചോദിക്കും നീ ഷെഫ് എന്നൊക്കെ പറഞ്ഞിട്ട് തിന്നു നടക്കുന്നു. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫുഡ് മാത്രം പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് നടക്കാം. പക്ഷേ ഞാൻ ചെയ്തെന്ന് അറിയാം, ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി അതിനെ പിടിച്ചു നിർത്തണം. കാരണം കൊറോണ സമയത്തൊക്കെ ഒരുപാട് കടകൾ അടച്ചു വരും. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അടുത്തുള്ള ഇതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അത് ജനങ്ങൾ വേറെ രീതിയിൽ കാണും. പക്ഷെ അത് നോക്കണ്ട. പറ്റുകയാണെങ്കിൽ നിങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയും ഒരുപാട് ആൾക്കാർ നമ്മളിലേക്ക് എത്തും. നമ്മൾ ഫുഡ് അടിക്കാൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ മട്ടൻ നടുകഴിച്ചത് ആണ്. ആ മട്ടൻ്റെ ചാപ്സ് വെച്ച് വരുന്നത്. പക്ഷേ പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ സാധനം എത്തിയിട്ടുണ്ട്. നല്ല ബീഫ് റിബ്സ് മന്തി, അതുപോലെ തന്നെ ദഹാബി സ്പെഷ്യൽ മന്തി, പിന്നെ പെരി പെരി മന്തിയാണ് കേട്ടോ. ഈ 3 മന്തിയിൽ എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് ഇഷ്ടപ്പെട്ടത് ബീഫ് റിബ്സ് മന്തി കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കിണ്ണം കാച്ച ഐറ്റം കേട്ടോ. ഓൾറെഡി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മന്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ് കേട്ടോ വീണ്ടും ഭക്ഷണം ചെയ്ത്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് കല്യാണം ഉണ്ട്. ഷെഫ്ഷാന് നമുക്ക് സാധനം എടുത്ത് തരുന്നുണ്ട്. നല്ല അടിപൊളി റിബ്സ് കേട്ടോ. ശരിക്കും നമ്മളാണ് പുള്ളിക്ക് സെർവ് ചെയ്യേണ്ടത്. പക്ഷെ പുള്ളി എല്ലാവർക്കും സെർവ് ചെയ്തോട്ടെ. എല്ലാ പ്ലേറ്റിലേക്കും പുള്ളിയുടെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം ഇട്ടത് കേട്ടോ. അത്രയും ഒരു അടുപ്പായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്ന ആളെ പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഒരു പെരുമാറ്റവും സംസാരത്തിലൊക്കെ. ഫുഡ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം സംഗതി മനസ്സിലായത് ഇവിടെ നിന്ന് നിൽക്കൂല എന്നുള്ള കാര്യം. കാരണം എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അതിൽ എടുത്ത് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റിബ്സ് ഒരു രക്ഷയില്ല. നല്ല എന്തായാലും നിങ്ങൾ പോവാൻ മുതലാവുന്നൊരു ഐറ്റാണ് റിബ്സ് കേട്ടോ. മമ്മ പറയുന്നിട്ട് നിങ്ങൾ എന്താ രസമോ. അതെ, ഭയങ്കര രസമാണ് സംഗതി കേട്ടോ. ഒരു രക്ഷയില്ലേ. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പുള്ളി എന്നോട് പറയാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ രീതികളാണ്, എന്തായാലും ശരിയാവും, ഓക്കെ ആവുന്നുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള എനർജിയാണെന്ന് നമ്മൾ ഷെയർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സ്പോട്ടിൽ കയറുന്നത് 2ാമത്തെ തവണയാണ്. അന്ന് കയറിയ അതേ ടേസ്റ്റും അതേ ക്വാളിറ്റിയും എനിക്ക് ഇവിടുന്ന് വീണ്ടും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കയറിയാൽ നഷ്ടപ്പെടില്ല, മുതലാവും. ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ടാവും. ഇനി പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുങ്ങൾ എന്താണ് അവിടുത്തെ കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ ഫുഡിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, മറ്റുള്ളവരും കൂടെ അറിയട്ടെ. എന്തായാലും ഒരു ട്രൈ ചെയ്യേണ്ട സ്പോട്ടിനാണ് മന്തി സ്പോട്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഈ ഒരു സ്പോട്ട് അറിയായിരിക്കും. ഇനി സ്പോട്ട് അറിയാത്തക്കൊണ്ട് ഞാൻ സ്പോട്ട് പറഞ്ഞു. നമ്മളെ കാഞ്ഞിരോട് നമ്മളെ കോയസംകുന്ന പള്ളിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ കേട്ടോ കാണാൻ പറ്റും എനിക്ക് ദഹാബി മന്തി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഒരു ഒട്ടകൊക്കെ പുറത്തേക്കിങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മളും ഹാപ്പിയാണ്, നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഫോളോവേഴ്സും ഹാപ്പിയാണ്. കാരണം അവരും നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചു. ഷെഫ്ഷാനെ കാണാൻ പറ്റി, ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അല്ല, ഈ ഫുഡി ഷംസി എന്നുള്ള പേര് വരാൻ കാരണം നന്നായിട്ട് നല്ലോണം ഫുഡ് അടിക്കും, ഫുഡ് ഉണ്ടാക്കും. എന്നെ പോലെ തന്നെ. അല്ല, ഈ സ്പോട്ട് നിങ്ങളുടെ നാട്ടിലെ സ്പോട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പരിപാടി ഇവിടെ നിന്ന് തിന്നലെ. പക്ഷെ നല്ല ഫുഡ് കേട്ടോ. കാരണം മഴയും കൂടി ആയതുകൊണ്ട് നല്ല കിടിലം മന്തിയും ബീഫ് ഒരു രക്ഷയില്ല. അതുപോലെ ചിക്കനും എല്ലാം പൊളിയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരാൻ ഉണ്ടാക്കണ്ടല്ലോ. ഓക്കെ, അപ്പം അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ ബ്രോ കാണിച്ചു തന്ന ഫുഡ് സ്പോട്ട് അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ഫുഡി ഷംസിയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ബെൽ ബട്ടൺ ചവിട്ടി പൊട്ടിക്കുക, മമ്മ പറഞ്ഞ പോലെ.